പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് കൊളാബ് തന്നെ. ശരിക്കും എന്താണ് ചേച്ചിയുടെ സ്കിൻ കെയർ റൂട്ടീൻ? എൻ്റെ ഇൻബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. നമ്മൾ ഒരുപാട് കൊളാബുകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. എന്തായിരിക്കും ചേച്ചി ശരിക്കും സ്കിൻ കെയർ റൂട്ടീനിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചു തരാം. എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ വളരെ സിമ്പിളാണ്. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് കൊളാബ് തന്നെ. ബിക്കോസ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഒരൊറ്റ ബ്രാൻഡിൻ്റെയാണ്. പ്ലം. ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നത് പല പല ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ആയിരുന്നു. പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കൂടുതൽ പ്രൊഡക്ട്സും പ്ലമ്മിൻ്റെയാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ ഫേസ് വാഷ് ചെയ്യും, പിന്നെ നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് ഫേസ് വാഷ് ചെയ്യും, അത്രയേ ഉള്ളൂ. അടുത്ത പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ. ഇത് ഞാൻ ഇന്നലെ പർച്ചേസ് ചെയ്തേ ഉള്ളൂ, പൊട്ടിച്ചിട്ടില്ല. ഇത് ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ്. കണ്ടോ കഴിയാനായി. ഇത് പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല, ഒരു 1 ഇയർ ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഈ 2 പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മോർ ദാൻ 2 ഇയേഴ്സ് ഒക്കെ ആയി. ഇതാണ് എൻ്റെ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ. പക്ഷേ ഇതല്ലാണ്ട് ഞാൻ പ്ലമ്മിൻ്റെ തന്നെ ഒരു ടോണർ യൂസ് ചെയ്യാറുണ്ട്. അത് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ, അതാണ് ഞാൻ ആദ്യം കാണിക്കാതിരുന്നത്. പിന്നെ നിയാസിനമൈഡ് സെറം, ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ആദ്യം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഒരു ബ്രാൻഡിന് തന്നെ ആയിരിക്കണം എന്നുള്ളത്. ഇപ്പം ഫൈനലി ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി മിസ്റ്റ്, പിന്നെ പെർഫ്യൂം ഒക്കെ പ്ലമ്മിൻ്റെ തന്നെയാണ്. എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു പെർഫ്യൂം ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആയിട്ട് കളിക്കാറുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ അച്ഛനോ അമ്മ ആരെങ്കിലും വല്ല അത്തറിൻ്റെ ബോട്ടിൽ വാങ്ങിക്കൊടുന്നാൽ അത് യൂസ് ചെയ്യും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ പുറത്ത് പോകുമ്പോഴാണെങ്കിലും എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടാറുണ്ട്. അവരെൻ്റെ അടുത്ത് കുടിക്കുമ്പോൾ പറയും കൃഷ്ണേതുവിന് വാനില ഐസ്ക്രീമിൻ്റെ അല്ലെങ്കിൽ കപ്പ് കേക്കിൻ്റെയൊക്കെ സ്മെല്ലാണെന്ന് പറയും. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് അറിയോ? ഈ ഒരു ബോഡി മിസ്റ്റ്. ഇത് പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റാണ്. ഇത് പ്ലമ്മിൻ്റെ പെർഫ്യൂമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോംബോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതായത് യൂസ് ചെയ്യാത്ത ദിവസങ്ങളില്ല, അത്രയും അടിപൊളിയാണ്. നല്ല കപ്പ് കേക്കിൻ്റെ മണം നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ട് പ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ പിമ്പിൾസ് പിന്നിനി വരും. ഇത് പിന്നെ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യാത്തതിൻ്റെ പിമ്പിൾസ് ആട്ടോ. എന്നാലും എനിക്കല്ലാതെ ഒരുപാട് പിമ്പിൾസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ പ്ലമ്മിൻ്റെ പ്രൊഡക്ട്സ് ഇന്നവർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എനിക്ക് ഒരു പിമ്പിൾസും വന്നിട്ടില്ല, അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷനോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും എപ്പോഴും ഞാൻ പ്ലം തന്നെ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പ്ലം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പ്ലമ്മിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് കണ്ടുകൊണ്ട് തന്നെ ഇതൊരു പ്രൊമോഷൻ ഒരിക്കലും വിചാരിക്കരുത്. ബൈ.